ഹലോ മൈ ഡിയർ ഗായ്സ്, ഇൻട്രോ നമ്മൾ ബീച്ചിൽ നിന്ന് എടുത്താ. നമ്മൾ ഇന്ന് രാവിലെ തന്നെ നീച്ച് നേരെ കുളിച്ചു മാറ്റിയിട്ട് പള്ളിക്കക്കാട് പോയി. പള്ളി പോയി നിസ്കാരൊക്കെ പാസ്സാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ചെക്കന്മാരോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ട് നേരെ പെരീക്കട് പോയി. പെരി പോയി നമ്മൾ രാത്രി ആയപ്പോൾ നമ്മൾ ചെക്കന്മാരെല്ലാരും കൂടി നമ്മൾ എടുക്കാൻ വന്നിരിക്കുന്നു. വേറെ അങ്ങോട്ടും അല്ല, നമ്മൾ കോഴിക്കോട് വരെ ഒന്ന് പോകാൻ പ്ലാൻ ചെയ്തിരിക്കും. അപ്പോൾ ഓല ഒന്ന് കാറിലും കയറിയിട്ട് നമ്മൾ നേരെ കോഴിക്കോട് റൂട്ടായിട്ട് പിടിച്ചു. ഒരു കാറിലുള്ള ചെക്കന്മാരല്ലാത്തതുകൊണ്ട് 3 കാറിലാണ് പോയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഒരു ഹോട്ടൽ കണ്ടേക്ക് അവിടെ നിർത്തി. കാരണം വേറെ ഒന്നുമല്ല, നമ്മളെ ചെക്കന്മാർക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നിർത്തിയതാണ്. ഒന്നും നിന്നാൽ തന്നെ നമ്മൾ പെരയിന്ന് ഇറങ്ങിക്കണം, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പള്ളിയൊക്കെ ആക്കണമല്ലോ. അതുകൊണ്ട് നേരെ പോയി ഒരു നെയ്ച്ചോറും പീസോട് പാസ്സാക്കി. ആ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ നേരെ കയ്യേക്കാൻ പോയതാണ്. അപ്പോഴാണ് നമ്മളെ കമ്പനിക്കാരൻ ചക്ര ഷൂസ് ഒക്കെ എടുത്ത് വന്നിക്കണ്. കണ്ടിട്ട് ചെക്കൻ മലേഷ്യക്കൊക്കെ ട്രിപ്പ് പോകണമെന്ന വിചാരം. ഏതായാലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് 4 കുറ്റവും പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പമ്പക്ക് വേറെ ഒന്നിനും അല്ല പോയത്, പിക്കും കാര്യങ്ങളും കൊടുക്കുകയും എണ്ണ അടിച്ചണം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു കാർക്ക് തലട്ടോക്കിയതാണ്. അപ്പോഴാണെങ്കിൽ അവിടെ കമ്പനിക്കാരൻ ടയേർഡായി കിടക്കുന്നത്. വേറെ ഒന്നല്ല, ഇപ്പം കഴിഞ്ഞ കൊല്ലത്ത് മിസ്റ്റർ മലപ്പുറം. അപ്പൊ ഈ കൊല്ലം മിസ്റ്റർ മലപ്പുറം അടിക്കാൻ വേണ്ടിയിട്ട് ഡയറ്റില് നമ്മൾ നെയ്ച്ചോറും പീസും തിന്നണ വരെ ഇപ്പൊ നോക്കിക്കേ. ഡയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതേമാരത്തെ ഡയറ്റാണ്, അല്ലാതെ എല്ലാം കൂടി വാരി വലിച്ച് തിന്ന് ഞാൻ അടുത്ത മാസം മുതൽ ഡയറ്റിലാണ് അറിയുന്ന ടീമല്ലോ. ഏതായാലും ഇപ്പം നാളെ നല്ലത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കോഴിക്കോട് എത്തിക്കണം. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ സ്ട്രീറ്റ് കൂടെ നടന്നു. അപ്പോഴാണ് ഒരു ചെങ്ങായി മസാജർ കൊടുത്തിട്ട് നമ്മൾ മോട്ടറാക്കിയാവും വാങ്ങി നമ്മൾ വെറുതെ കാര്യം ഇപ്പൊ വിഷയമല്ല. എന്തായാലും നമ്മൾ റാത്തിപ്പിന് പറക്കത്തേക്കണം. ഏതായാലും കോഴിക്കോടിന്റെ ഇപ്പൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലെടുക്കുക. ആംബിയൻസ് ഈസ് വെരി 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 കടടേ, വേറെ എന്തിന്റെ അല്ല. നമ്മൾ അവിടെ കയറി ഒരു കോഫിയുടെ പറഞ്ഞു. കോഫി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ വ്ളോഗിൽ സത്യം മാത്രമേ പറയുള്ളൂ, എന്നോട് പറയാറില്ല. അങ്ങക്ക് ഇപ്പൊ മനസ്സിലായില്ലേ. കോഫിയും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി. എന്നിട്ട് ബീച്ചിന്റെ ആംബിയൻസ് ഇട്ടാൻ വേണ്ടിയിട്ട് നീട്ടി അങ്ങനെ നടന്നു. ഇനി വരാൻ പോകണം നമ്മൾ ഇൻട്രോ വീഡിയോ ഉണ്ടായിരുന്നു. നമ്മൾ ബീച്ചിൽ നിന്ന് എടുത്താൽ ഏതായാലും അവിടുത്തെ കുഴപ്പം കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ നാട്ടിൽ. ഈ യാത്രയിൽ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മളെ കസിൻ ഗൾഫ് പോകണം. അപ്പോൾ എന്റെ ലാസ്റ്റത്തെ യാത്ര ഇനി 2 കൊല്ലം കഴിഞ്ഞ് വന്നാലും ഇങ്ങനത്തെ ഒരു യാത്ര ഉണ്ടാവില്ല. കാരണം ഓരോ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ ചെക്കന്മാർക്ക് എല്ലാവർക്കും ഇതൊരു യാത്രയായി ഓർമ്മയായി, വ്ളോഗുമായി ഓർമ്മയായി. അപ്പൊ ബാക്കി പിന്നെ